കാളാഞ്ചി ഉണ്ട്. ഇതിൻ്റെ പേരാണ് കാളാഞ്ചി. ഇത് കടലും വരുന്നുണ്ട്, പുഴയും വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആകുന്നതുകൊണ്ടാണ് അധികം ഉണ്ടാവുന്നത്. ഫാമിങ്ങും വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണ്. കടൽ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, പുഴ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. കാരണം രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്കിതിന് കിട്ടാറുണ്ട്. കാളാഞ്ചി, കൊടുവ, സീബാസ്, ബാറമുണ്ടി എന്നൊക്കെ പറയുന്ന മീനാണിത്. ഒരു മുള്ളുള്ള മീനാണ്, ടേസ്റ്റുള്ള മീനാണ്. ഇത് നമ്മളെ കിളിമീൻ, പിങ്ക്രാച്ചി, പുലിയാപ്പളക്കോര എന്നൊക്കെ പറയും. ശങ്കര, റാണി ഫിഷ് എന്നും പറയും. നല്ല മുള്ളുണ്ട്, നല്ല മുള്ളുള്ള മീൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളെ കറുത്താവോലിയാണ്. കറുത്താവോലി ഇതിന് നമ്മൾ പ്ലാച്ചി എന്ന് പറയും. പ്ലാച്ചി എന്ന് പറഞ്ഞ മീനാണ്. പ്ലാച്ചി എന്ന് പറഞ്ഞ മീനാണ്. പ്ലാച്ചി എന്ന് പറയുന്നത് പ്ലാച്ചി പയ്യ എന്നൊക്കെ പറയും. ഇത് നമ്മളെ അടു, പറവ, സുതുമ്പ് എന്നൊക്കെ പറയും. അടു, പറവ, സുതുമ്പ്, മിൽക്ക് ഫിഷ് എന്ന് പറയും. ഇതിൽ ഈ പ്ലാച്ചിയിൽ മുള്ള് കുറവാണ്. നമ്മൾ അയലക്കൊക്കെ വരുന്ന പോലെ തന്നെയാണ് പ്ലാച്ചിയിൽ മുള്ളുണ്ടാവുക. അയലക്ക് വരുന്ന പോലെ തന്നെയാണ് പ്ലാച്ചിയിൽ മുള്ളുണ്ടാവുക. ഇതും അതേപോലെ തന്നെ അയലക്ക് വരുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് മുള്ളുണ്ടാവുക. ഇത് നമ്മളെ മാന്തലാണത്. വലിയ മാന്തലാണ്. ഇത് മുള്ളനാണ്. മാന്തലിൻ്റെ മുള്ള എല്ലാവർക്കും അറിയാം. മാന്തൾ നങ്ക് ഫിഷ് എന്നൊക്കെ പറയും. തമിഴ്നാട്ടിൽ നാക്ക് ഫിഷ് എന്ന് പറയും. ഇത് മുള്ളുള്ള മീൻ തന്നെയാണ്. അതുകൊണ്ട് അതിന് പേര് മുള്ളൻ തന്നെ. ഫ്രൈ ചെയ്യാൻ പറ്റിയ മീനാണിത്. ഇത് രണ്ട് ഫ്രൈ ചെയ്യാൻ പറ്റിയ മീൻ തന്നെ കേട്ടോ. പിന്നെ ഇത് നമ്മളെ കറുത്താവോലി, ഹൽവ ഫിഷ്, ബ്ലാക്ക് പോംബേറ്റ് എല്ലാം ഇതിന് പറയും. പിന്നെ വവാൽ ഫിഷ് എന്ന് പറയുന്നതിന് പറയാറുണ്ട്. ഇത് നമ്മളെ സാൽമണാണ്. ഇന്ത്യ സാൽമൺ എന്ന് പറയുന്നതിന്. അറ്റ്ലാന്റിക് സാൽമൺ അല്ല, അറ്റ്ലാന്റിക് വേറെ തന്നെ വരുന്നുണ്ട്. ഇത് ഇന്ത്യൻ സാൽമണാണത്. നല്ല വൈറ്റ് കളറുള്ള ഫിഷാണത്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് പറയും, എന്താ പറയുക, തിരുത, പിന്നെ മുള്ളറ്റ് ഫിഷ്, മാല എന്നൊക്കെ പറയും. മാലാൻ തിരുത എന്നൊക്കെ പറയും. മാലാൻ തിരുത മുള്ളറ്റ് ഫിഷ് എന്നൊക്കെ പറയും. പിന്നെ വേറൊരു പേരുകൊണ്ട് പറയാം, പേരെനിക്ക് ഓർമ്മയില്ല. ഇത് നമ്മളെ നാട്ടിലില്ലാത്ത മീനാണിത്. ഇതിൻ്റെ പേര് ഹിന്ദിക്കാരെ വയ്ക്കുന്ന മീനാണിത്. ഇത് കണ്ടത് നമ്മളെ ഏട്ടമീനെ പോലെ ഉള്ളത്. ഏട്ടമീനുള്ളത് इसका बोलते हैं ये बुआल, ये क्या बोलते हैं, हार मच्छी बोलते हैं, आर मच्छी है. ഇത് ആറ്റുവാളാണിത്. ആറ്റുവാള മീനുണ്ട്. ആറ്റുവാള, ബുവാൽ ഫിഷ് ബി പോലത്തെ ആറ്റുവാള ആണത്. ഇതിനും ഒരു മുള്ളുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലത്തെ ഏട്ടമീനാണിത്. ഏട്ടമീനാണ്. ഇത് നമ്മളെ വെള്ളാവോലി മീൻ എന്ന് പറയും. വെള്ളാവോലി മീനാണ്. ഒരു മുള്ളുള്ള മീൻ തന്നെയാണ്. വെള്ളാവോലി മീൻ ഒരു മുള്ളുള്ള മീനാണ്. ഇത് ലേഡി ഫിഷാണ്. ലേഡി ഫിഷ് വെള്ളക്കളങ്ക എന്നൊക്കെ പറയും നമ്മൾ. ലേഡി ഫിഷ് കളങ്ക എന്നൊക്കെ പറഞ്ഞ മീനാണ്. ഇത് വൈറ്റ് ടൂണാണിത്. യെല്ലോ ഫിൻ ടൂണാണിത്. വൈറ്റ് ടൂണ എന്ന് പറയും. നമ്മൾ കേര എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. കേര, വൈറ്റ് ടൂണ, യെല്ലോ ഫിൻ ടൂണ എന്നൊക്കെ പറഞ്ഞ മീനാണിത്. ഇങ്ങനെ മനസ്സിലായി ഇത് കണ്ട. ഇതിൻ്റെ ഇവിടെ ഈ യെല്ലോ കളർ കണ്ട, യെല്ലോ ലൈൻസ് കണ്ട, ഇതിനാണ് വൈറ്റ് ടൂണ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഷാർക്കാണ് ഈ കാണുന്നത്. ഇത് ഷാർക്കാണ് കാണുന്നത്. ഷാർക്ക് മീനാണത്. ഇത് ഒരു മുള്ളുള്ള മീൻ തന്നെയാണിത്. ഇത് ഹിൽസ എന്ന് പറഞ്ഞ മീനാണ്. ഫുള്ള് മുള്ളാണ്. നമ്മൾ മലയാളികൾ കഴിക്കാറില്ല. കണ്ട നമ്മളെ എന്താ പറയുക, മത്തിനെ പോലെ ഉണ്ടാവും. മത്തിയല്ല, മത്തിക്ക് കിലോ 200, ഇതിന് കിലോ 2000 രൂപ വരെ ഉണ്ടായിട്ടുണ്ട്. 2000-2500 രൂപ വരെയുള്ള മീനാണത്. ഇത് പാപ്ത എന്ന് പറഞ്ഞ ഫിഷാണ്. പാപ്ത എന്ന് പറഞ്ഞ ഫിഷാണ്. ടേസ്റ്റുള്ള മീനാണ്. ഇത് നമ്മൾ ലെതർ ജാക്കറ്റ് എന്ന് പറഞ്ഞ മീനാണത്. പാപ്ത എന്ന് പറഞ്ഞ ഫിഷ് ഇന്ത്യക്കാരെ കഴിക്കുന്ന ഫിഷാണ്. നമ്മൾ കഴിക്കാറില്ല, ഇന്ത്യക്കാരെ കഴിക്കുന്ന ഫിഷാണ്. ഇത് നമ്മൾ ലെതർ ജാക്കറ്റ്, ഉടുപ്പുരി, ചപ്പൽ ഫിഷ്, ചെരുപ്പ് ഫിഷ് എന്നൊക്കെ പറയുന്നത്. ലെതർ ജാക്കറ്റ്, ഉടുപ്പുരി, ചപ്പൽ ഫിഷ്, ചെരുപ്പ് ഫിഷ് എന്നൊക്കെ പറയും. ഇത് നമ്മളെ നെയ്മീനാണ്. ഐക്കോറ നെയ്മീൻ എന്നൊക്കെ പറഞ്ഞ മീനാണത്. ഇതിൻ്റെ വലുതാണിത്. ഐക്കോറ നെയ്മീൻ്റെ വലുതാണ്. പിന്നെ ഇത് നമ്മളെ വെള്ളച്ചൂര. പിന്നെ ഇത് നമ്മളെ ബെൽറ്റ് ഫിഷാണ്. നമ്മളെ ബെൽറ്റ് ഫിഷ്, കടൽവാള, പിന്നെ റിബൺ ഫിഷ് എന്നൊക്കെ പറയും. റിബൺ ഫിഷ് എന്നൊക്കെ പറയാറുണ്ട്. പല നാട്ടിലും പല പേരുകളാണ് പറഞ്ഞത്. അപ്പോഴത്തെ പേരിൻ്റെ സംഭവം വിചാരിക്കണ്ട. മോതൻ്റെ ബിഗ് സൈസാണത്. പിന്നെ വലിയ ഇത് വരുന്നുണ്ട്, എന്താ പറയുക, ക്രാബ്സ് വരുന്നുണ്ട്. ക്രാബ്സ് ഇത് ബ്ലൂ ക്രാബാണ്. ഇത് ഡോട്ട് ക്രാബാണ്. ഇത് ഹിന്ദിക്കാരെ വയ്ക്കുന്ന മീനാണ്. റുപ്ചന്ദ് എന്ന് പറഞ്ഞ മീനാണ്. ഹിന്ദിക്കാരെ വയ്ക്കുന്ന മീനാണ് റുപ്ചന്ദ്. ഇത് റോഹു ഫിഷ് എന്ന് പറയും. ഇത് നമ്മളെ അയലുണ്ട്. ഇവിടെ
ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന മീനാണത്. ഇതൊക്കെ നമ്മളെ നാട്ടിലിപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ ആസാമേട്ടം എന്ന് പറയും, ആസാമേട്ടം എന്ന് പറഞ്ഞ മീനാണ്. ഇത് ശരിക്കുള്ള പേര് പങ്കസ് ഭാഷ എന്നൊക്കെ പറഞ്ഞ മീനാണ്, പങ്കസ് ഭാഷ എന്നൊക്കെ പറയും. ഇത് കട്ട്ല ഫിഷാണ്, കട്ട്ല ഫിഷ് ശരിക്ക് നമ്മളത് കിട്ടുന്നുണ്ട്. നമുക്ക് ഡാമിൽ നിന്ന് കിട്ടിയ നല്ല ടേസ്റ്റായി കട്ട്ല ഡാമിൽ നിന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റായി കട്ട്ല ഡാമിൽ നിന്ന് കിട്ടിയത്. കട്ട്ല ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അടുത്ത് ഫിഷുകളുണ്ട്. നിങ്ങൾക്ക് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. നമ്മളെ മൊബൈൽ നമ്പർ 79024119005 79024119005 നമ്മുടെ മൊബൈൽ നമ്പർ. നമ്മുടെ ഷോപ്പ് വരുന്നത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ കൂടി നെത്തോലി ബേബി പ്രോൺസ് കടൽ പ്രോൺസ് പിന്നെ റിവർ പ്രോൺസാണത്, സാധാ പ്രോൺസാണ്. എല്ലാ മീനും നമ്മുടെ അവൈലബിൾ ഉണ്ട്.